പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുന്നലൈക്കും. നമ്മൾ മുമ്പ് ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. ഷുഐബ് നബി ഖുർആനിലെ ഷുഐബ് നബി എന്ന പേരിൽ ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. അതിൽ നമ്മൾ ഷഅബ് എന്ന വാക്ക്, അതായത് ഒരു പാർട്ട്, ഒരു ഭാഗമായിട്ട് നിൽക്കുക. നമ്മളിൽ നഫ്സ് ഒരു ഭാഗത്താണെങ്കിൽ അഖൽ മറ്റൊരു ഭാഗത്ത്, രണ്ട് ഷഅബായിട്ട് നിൽക്കുക. നമ്മിലെ ജസദ് ഒരു ഷഅബായിട്ട് നിൽക്കുകയാണെങ്കിൽ റൂഹ് വേറൊരു ഷഅബായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിലെ തവാസുന്, മീസാന് നഷ്ടപ്പെടും. ആ മീസാനിനെ പൂർത്തിയാക്കലും ഇതിനെ ഒരുമിച്ച് ചേർക്കുക എന്ന ജോലിയുമാണ് ഷുഐബ് ചെയ്യുന്നത് എന്ന് വളരെ രത്നച്ചുരുക്കം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഒരു ചെറിയ വിശദീകരണം അതിനെക്കുറിച്ച് നൽകുകയുണ്ടായി. ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് ഞാൻ വന്നിട്ടുള്ളത്, അതുപോലെ യാക്കൂബ് എന്ന് പറയുന്ന ഒരു നബിയെക്കുറിച്ച് നമ്മൾക്ക് അറിയാം. അതിൻ്റെ കഥയറിയാം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വേണ്ട ആളുകൾക്ക് അത് എടുക്കാം, നമ്മളെതിരല്ല. ഒമിൻ വറായി ഇസ്ഹാക്ക യാക്കൂബ് എന്ന് പറയുന്ന ആയത്തൊക്കെ നമുക്കറിയാം. ഇസ്ഹാക്കിന് പിറകെ യാക്കൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാക്കൂബ് എന്ന വാക്ക് അഖിബ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അഖിബ, അഖിബ, ആഖിബ, ഉഖബൈ, തഅഖുബ്, മുഅഖബാത്ത്, യാക്കൂബ്, ഉഖബൈ എന്നൊക്കെ പറയുന്ന വാക്കുകൾ മുസ്ഹഫിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരേ റൂട്ടിൽ നിന്നാണ് ഇവയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖബൈ അദ്ദാർ എന്ന് പറയുന്ന ഒരായത്ത്, അതാണ് ഉഖബൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഖാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലമു അന്നല്ലാഹ ഷദീദുൽ ഇഖാബ് എന്ന്, അതാണ് ഇഖാബ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യാക്കൂബ്, മുഅഖബാത്ത് പറയുന്നുണ്ട്, തഅഖുബ് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെയൊക്കെ ഈ വാക്കുകളൊക്കെ ഒരേ റൂട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നിന് പിറകെ ഒന്നായിട്ട് കണ്ണി ചേർത്ത് പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രത്യേകം മനസ്സിലാക്കിയ എൻ്റെ സഹോദരങ്ങൾ, ഒന്നിന് പിറകെ ഒരു വിജ്ഞാനത്തിൻ്റെ മേഖല, പിന്നെ അടുത്ത വിജ്ഞാനത്തിൻ്റെ മേഖല, ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പണിയാണ് യാക്കൂബ്. അതാണ് തഖീബ് എന്ന് പറയുന്നത്. അതാണ് അഖിബ എന്ന് പറയുന്നത്. ഒന്നിനെ തുടർന്ന് ഒന്നിലേക്ക് ഒരു ജ്ഞാനത്തിൻ്റെ മേഖല നേടി പിന്നെ അടുത്ത ജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മുടെ ഉപകരണമാണ്. അതിനെ തുടർത്തി കൊണ്ടുപോകുന്ന നമ്മുടെ ഉപകരണമാണ് യാക്കൂബ് എന്ന് പറയുന്ന ആ ഉപകരണം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതാണ് യാക്കൂബ്. അതാണ് ഞാൻ തുടക്കത്തിലൊരു വചനം പറഞ്ഞല്ലോ, ഒമിൻ വറാഇ ഇസ്ഹാക്ക യാക്കൂബ് എന്ന് പറയുന്നത്. ഇസ്ഹാക്ക് എന്ന് പറയുന്നത് നമ്മളിനി വേറെ ഇസ്ഹാക്ക് നബി ഖുർആനിൽ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അമ്പിയാക്കന്മാരെ കുറിച്ചും ഓരോ ക്ലാസ്സുകൾ വരും. ആദ്യപടിയായിട്ട് ഈ വാക്കുകളുടെ അർത്ഥം മാത്രം, തലം മാത്രം എന്ന് പറയും. പിന്നെ നെക്സ്റ്റ് അടുത്ത പടിയായിട്ട് പിന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന, ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന 7 മേഖലകൾ ഓരോന്നും പിന്നീട് വിശദീകരിക്കും. ആദ്യം ഇബ്രാഹിം ആരാണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ക്ലാസ് എടുക്കും. പിന്നെ ഇബ്രാഹിം പ്രതിനിധാനം ചെയ്യുന്ന ഖുർആനിൽ പറയുന്ന 7 മേഖലകൾ ഏതൊക്കെയാണെന്ന് പിന്നെ അടുത്ത പടിയായിട്ട് ക്ലാസ് എടുക്കും. അപ്പോൾ ഇസ്ഹാക്ക് എന്ന് പറയുന്ന ഒരു സൂചന ഇപ്പോൾ ഞാൻ പറയാം. ബവാത്തിനുൽ ഹക്കായിക്ക്, യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളറകളെയാണ് ഇസ്ഹാക്ക്, ഹക്കിൻ്റെ ഉള്ളറകൾ, ഹക്കീക്കത്തിൻ്റെ ഹക്കായിക്കുകളുടെ ബവാത്തിനുകളാണ്, ഉള്ളറകളെയാണ് ഇസ്ഹാക്ക് എന്ന് പറയുന്നത്.
അതാണ് ഫസുഹക്കല്ലി അസ്ഹാബി സഈർ എന്ന് ഖുർആൻ പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയത് സുഹക്കല്ലി അസ്ഹാബി സഈർ എന്ന് പറയുന്നത് നരകാവകാശികൾക്കാണ് സർവ്വ തദ്മീർ, അവരെ തകർച്ചയും നാശവും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അതല്ല, സുഹക്കൻ എന്ന് പറയുന്നത് അവർ ഹക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ സുഹക്കൻ എന്ന് പറഞ്ഞാൽ തദ്മീർ എന്നുള്ള അർത്ഥത്തിനല്ല. അപ്പോൾ ഒമിം വറായി ഇസ്ഹാക്ക് എന്ന് പറയുമ്പോൾ ഈ ബവാത്തിനുൽ ഹക്കായിക്ക് ഒരാൾക്ക് നഷ്ടപ്പെടുമ്പോൾ അപ്പോൾ എന്ത് വരികയാണ്? യാക്കൂബ് വരികയാണ്. എന്തിന്? ഈ ഹക്കീക്കത്തിനെ അന്വേഷിച്ചുകൊണ്ട് അവനെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അതാണ് ഒമിം വറാ എന്ന് പറഞ്ഞാൽ പിറകെ എന്ന് പറഞ്ഞാൽ വറാ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വറാ എന്ന് പറയുന്നത് അത് ലഭിക്കാത്ത അവസ്ഥയിലാണ്, അത് കിട്ടാത്ത ഒരവസ്ഥയിലാണ് വറാ എന്ന് പറയുന്നത്. അതാണ് വറാ തഹത്ത ഫൗക്ക മഅ എന്നുള്ളതൊക്കെ നമ്മൾ സൂചനകൾ നൽകിയിരുന്നു. അപ്പോൾ വറാ എന്ന് പറയുന്നത് പിറകെ എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായി പിറകെ നിൽക്കുന്ന പദാർത്ഥ തലത്തിൽ നമ്മൾ ഒന്നിൻ്റെ പിറകെ ഒന്ന് എന്നുള്ള അർത്ഥത്തിനല്ല. ഈ ഹക്കീക്കത്ത് ഇല്ലാത്ത, ഈ ഇസ്ഹാക്ക് ലഭിക്കാത്ത ഒരവസ്ഥയിൽ പിന്നെ ആ ഇസ്ഹാക്കിലേക്ക്, ആ ഹക്കീക്കത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് യാക്കൂബ് വരുന്നത്. അതാണ് യാക്കൂബ് എന്ന വാക്ക്. അതാണ് യാക്കൂബാണ് നമ്മുടെ യൂസുഫ് എന്ന് പറയുന്ന ഹക്കീക്കത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. മനസ്സിൻ്റെ ഹക്കീക്കത്തിനെ കണ്ടെത്തിയ ആളാണ് യൂസുഫ്. ആ യൂസുഫിലേക്ക് നമ്മെ തഖഫി പിന്നാലെ പോയി, അന്വേഷണത്തിൻ്റെ പിന്നാലെ പോയി നമ്മെ എത്തിക്കുന്ന, ഹക്കീക്കത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ജോലിയാണ് യാക്കൂബ് ചെയ്യുന്നത് എന്നർത്ഥം. മനസ്സിലായി? അതാണ് യാക്കൂബിൻ്റെ ജോലി. അതാണ് ഒമിം വറായി ഇസ്ഹാക്ക് എന്ന് പറഞ്ഞാൽ ആ ഹക്കീക്കത്തിനെ ഇദ്റാക്ക് ഗ്രഹിക്കാത്ത ഒരവസ്ഥാവിശേഷം, ഗ്രഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ആ കണ്ണി ചേർക്കുന്നതിന് വേണ്ടി നമ്മിലേക്ക് യാക്കൂബ് വരുന്നത് എന്നർത്ഥം. അതാണ് ഒമിം വറായി ഇസ്ഹാക്ക യാക്കൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് ആത്യന്തികമായി എത്തുന്ന യാഥാർത്ഥ്യന്മാർക്കാണ്, അത് മുത്തഖീങ്ങൾക്കാണ്. അതാണ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ എന്ന് ഖുർആൻ പറയാനുള്ള കാരണം. ആഖിബത്ത് മുത്തഖീങ്ങൾക്കാണ്. കാരണം അതായത് ഹക്കീക്കത്തുകളിലേക്ക് നമ്മെ എത്തിക്കുന്ന അതിൻ്റെ പര്യവസാനം എന്നൊക്കെയാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അതാണ് അന്വേഷിച്ച് അതിൻ്റെ ആത്യന്തികമായി ചെന്ന് ചേരുന്നത് മുത്തഖീങ്ങളാണ്, ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരുക. കാരണം അവർ ദിഷണാശാലികളാണ്, യാഥാർത്ഥ്യങ്ങളെ അന്വേഷിച്ച് ജ്ഞാനത്തെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്കാണ് ആഖിബത്ത് എന്ന് പറയാനുള്ള കാരണം. അറബി മുത്തഖീൻ എന്ന് ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾ ബേജാറാകുമൊന്നും വേണ്ട. അത് മുസ്ലിങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കേണ്ട. ആരാണ് തഖ്വിയത്തുൻ നഫ്സ്, നഫ്സിനെയും അഖ്ലിനെയും ജ്ഞാനത്തിലൂടെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, അവരാണ് ആ ആഖിബത്തിലേക്ക്, യാക്കൂബിലേക്ക് എത്തുക. അതാണ് സലാമുൻ അലൈക്കും ബിമാ സബർത്തും എന്ന് പറഞ്ഞല്ലോ. ഞാനൊരായത്ത് എഴുതി, സബർത്തും എന്ന് പറയുന്നത് അതന്നെയാണ്. ഈ സബർത്തും എന്ന് പറയുന്നത് അതാണ്. സബൂറാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇബ്രാഹിം സബൂറായിട്ടുണ്ട്, അയ്യൂബ് സാബിറായിട്ടുണ്ട്. ഈ യാക്കൂബന്നെ ഫസബ്രൻ ജമീൽ അല്ലാഹുൽ മുസ്തആനു എന്ന് പറയുന്ന സബർ ആയിട്ടുണ്ട്. ഈസ സബറിലായിട്ടുണ്ട്. സബർ എന്ന് പറയുന്നത് ബയാനും റുയത്തിനെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമമാണ് സബർ. അല്ലാതെ ഒരു കസേരയിൽ മുത്തക്കി ആയിട്ട് ചാരി ഇരുന്ന് ക്ഷമിച്ച് അങ്ങനെ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിനല്ല. അപ്പോൾ അങ്ങനെ സബർത്തും ചെയ്യുന്ന ആളുകളാണ് സലാമിലേക്ക് എത്തിച്ചേരുക. എന്നിട്ടാണ് പറയുന്നത് ഫനിഅമ ഉഖ്ബൈ അദ്ദാർ, അവന് പടിപടിയായി ജ്ഞാനത്തിൻ്റെ പടികളിലൂടെ അവന് കയറിപ്പോയി ആ ദായിറത്തുൽ ഇൽമിലേക്ക്, വിജ്ഞാനത്തിൻ്റെ ആ വൃത്തത്തിലേക്ക് അവന് എത്തിയത് എത്ര നന്നായിരിക്കുന്നു. അതാണ് നിഅമ ഉഖ്ബ, ഉഖ്ബ എന്ന് പറയുന്നതാണ്. അവന് ഒരു കണ്ണി ചേർത്ത് മറ്റൊരു കണ്ണി ചേർത്ത്
അവന് എത്തിപ്പെടേണ്ട ആ ദായിറത്തിൽ, ആ ജ്ഞാനത്തിൻ്റെ വൃത്തത്തിൽ അവൻ എത്തിപ്പെട്ടത് നിഅമ. അതാണ് ഫനീമ ഉഖ്ബൈ അദ്ദാർ എന്ന് പറയുന്നത്. ഇത് ചെയ്യാത്ത ആളാണ് വല്ല മുദിബിറൻ വലം യുഅഖബ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അവനാണ് പിന്തിരിഞ്ഞു പോണത്. പിന്തിരിഞ്ഞു പോകാൻ വല്ല എന്ന് പറഞ്ഞാൽ സ്വയം അനാനീയത്തിലേക്ക്, ഞാൻ എന്ന ആ ഫിറൗനി ചിന്തയിലേക്ക് ഒരാൾ വല്ല തിരിയുകയും മുദ്ബിർ എന്ന് പറഞ്ഞാൽ തദ്ബീർ നടത്തിക്കൊണ്ടാണ് തിരിയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിച്ച് അന്വേഷിച്ചിട്ടാണ് പിന്നീട് അതിന് അവൻ തിരിഞ്ഞു പോണത്. വലം യുഅഖബ്, തിരിഞ്ഞു പോവുകയാണ് അവൻ ചെയ്തത്, മറിച്ച് അവന് തഅഖീബ് ചെയ്തില്ല എന്നർത്ഥം. ഒരു ജ്ഞാനത്തിൻ്റെ മേഖലയിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക്. അതിപ്പം തന്നെ അത് ഒരു ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ പറയണ്ടേ, കഴിഞ്ഞ ക്ലാസ്സിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ് തുടക്കം. ആഖിർ ദഅവാന എന്താണ്? അനിൽ ആന്, അത് ലൈവായിട്ട് അത് നിലനിർത്തുകയാണ് ചെയ്യണത്. ആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളത് ആനായിട്ട് വളരെ ലൈവായിട്ട് നിലനിർത്തേണ്ട അവസ്ഥയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അത് അവസാനത്തിലെത്തുമ്പോൾ ആഖിർ ദഅവാന അനിൽ ആൻ, അതാണ് നമ്മൾ ആൽ ആന എന്ന് പറഞ്ഞാൽ ആൻ എന്ന് പറയുന്നതാണ്. ഇതൊക്കെ ഓരോ വാക്കുകളും ചിന്തിക്കാണ്, മനസ്സിലാക്കേണ്ടയും വാക്കുകളും പ്രയോഗങ്ങളുമാണ് മുസ്ഹഫിലുള്ളതെല്ലാം. ഓരോന്നും നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ ഓരോരുത്തർ, ഇപ്പോൾ ആലു യാക്കൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ എരിസുനി വ എരിസുമിൻ ആലി യാക്കൂബ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് വിറാസത്ത്. നമുക്ക് അനന്തരം, വിജ്ഞാനത്തിൻ്റെ അനന്തരം നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ആലു യാക്കൂബാണ്. ആലു യാക്കൂബാണ് വിറാസത്ത് ഏറ്റെടുക്കുന്നത് എന്നർത്ഥം. അത് ഞാനിനി അനന്തരാവകാശം പറയുന്നുണ്ട്, അത് കുറേ കഴിഞ്ഞിട്ടേ പറയുള്ളൂ. ആ പറയുന്ന സന്ദർഭത്തിൽ ഈ വിറാസത്ത്, അനന്തരാവകാശം എന്താണെന്ന് പറഞ്ഞ വിജ്ഞാനത്തെയാണ് അനന്തരമെടുക്കുന്നത്. ഖുർആനിൽ അനന്തരമെടുക്കുന്നത് സമ്പത്തല്ല, അറിവിനെയാണ് അനന്തരമെടുക്കുന്നതായിട്ട് മുസ്ഹഫ് പറയുന്നത്. അപ്പോൾ ആലു യാക്കൂബ് എന്ന് പറയുന്നത് എന്താണ്? ആലു ഇമ്രാൻ ഉണ്ട്, ആലു യാക്കൂബ് ഉണ്ട്, ആലു ഇബ്രാഹിം ഉണ്ട്, ആലു ഫിറഔനുണ്ട്, ആലു ലൂത്തുണ്ട്. അങ്ങനെ ഒരുപാട് ആലുകളുണ്ട്. അതൊക്കെ ഇവരുടെ കുടുംബാംഗങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇവതൊക്കെ ഇവരുടെ ഓരോ കുടുംബാംഗങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളെ തഅഖീബ് നടത്തുന്ന ആലിയത്താണ് ആലു യാക്കൂബ്. തഅഖീബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തഅഖീബ് മുഅഖബാത്ത്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വിജ്ഞാനത്തിൻ്റെ ഓരോ കണ്ണികൾ ഓരോന്നും ചേർത്ത് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്ന പ്രവർത്തനം ചെയ്യുന്ന നമ്മുടെ ഉപകരണമാണ് ആലിയത്ത്. അതാണ് ആലു യാക്കൂബ്. നമ്മൾ അതിലേക്കാണ് ആല യഊലു, അതിനെയാണ് അവലംബിച്ചിരിക്കുന്നത്. അതാണ് ആലു യാക്കൂബ് എന്ന് പറഞ്ഞത്. അല്ലാതെ യാക്കൂബ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ, അവരുടെ മക്കൾ പരമ്പര, കുടുംബ പരമ്പര, ഇവരെ എക്കപ്പാടെ കൂടിയിട്ടാണ് ആലു യാക്കൂബ് എന്ന് പറയുന്നതല്ല. ആലു യാക്കൂബ് എന്ന് പറയുന്നത് മാ ആല, നിങ്ങൾ എന്തിനെയാണോ ആശ്രയിക്കുന്നത്, ലി തഅഖീബി. അപ്പോൾ നമ്മെ പടിപടിയായിട്ട് വിജ്ഞാനത്തിൻ്റെ മേഖലകളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഉപകരണത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അതാണ് നമ്മുടെ ആലു യാക്കൂബ് എന്ന് പറയുന്നത്. അതിനെ ആശ്രയിക്കുമ്പോൾ നമ്മെ അത് എത്തിക്കുന്നത് റീഹ് യൂസുഫിലാണ്. യൂസുഫിൻ്റെ ആ റീഹ്, ആ പരിമളം എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ഈ വാസനിക്കാനുള്ള സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് അപ്പോഴും കാണുന്നത് ആളുകൾ. യൂസുഫിൻ്റെ മണം എന്ന് പറയുന്നത് യൂസുഫിൻ്റെ ബാഹ്യ മണമാണ് ഉദ്ദേശിക്കുന്നത്. യൂസുഫ് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ, ആ ഹക്കീക്കത്തിൻ്റെ ആന്തരികമായ പരിമളം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചല്ല പറയണത്. എന്താ പിന്നെ പറഞ്ഞത്? അതാണ് റഹ്, റൂഹ്, രീഹ്, റാഹത്ത്, ഇതൊക്കെ അതാണ്. ആ ഹക്കീക്കത്തിൻ്റെ, ആ യാഥാർത്ഥ്യത്തിൻ്റെ പരിമളം അനുഭവിക്കുക, ആസ്വദിക്കുക. അല്ലാതെ നമ്മുടെ സ്പ്രേയുടെ മണം പോലെ യൂസഫിൻ്റെ ചെറുപ്പത്തിലുള്ള മണം യാക്കൂബ് കേട്ടു എന്നല്ല, അല്ലെങ്കിൽ യാക്കൂബിന് വാസനിക്കാൻ തുടങ്ങിയെന്നല്ല.
നീല അജിതു എന്നാണ്. അജിതു എന്ന് പറഞ്ഞാൽ തന്നെ അശുമ്മു എന്നല്ല, അവിടെ തന്നെ പ്രയോഗത്തിൽ തന്നെ മനസ്സിലാക്കണം. അജിതു എന്ന് പറഞ്ഞാൽ വജത യജിതു, അജിതു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെത്തുന്നു എന്നാണ്. റീഹ യൂസഫ് എന്നാണ്. അല്ലാതെ ഇന്നീല അശുമ്മു എനിക്ക് മണക്കുന്നു എന്നല്ല. അപ്പോൾ ഈ പ്രയോഗത്തിലുള്ള വ്യത്യാസങ്ങൾ വരെ നമ്മൾ മുസ്ഹഫ് വായിക്കുമ്പോൾ പരിശോധിച്ചു കൊണ്ട് വേണം പോകാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ആലു യാക്കൂബ് എന്ന് പറയുന്നത് നമ്മിൽ തഖീബ്, നമ്മെ പടിപടിയായി വൈജ്ഞാനികമായി ഇഴ ചേർത്ത് കണ്ണി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന നമ്മിലെ ഉപകരണത്തെയാണ് ആലു യാക്കൂബ്. അതിനെയാണ് നമ്മൾ ആല യഊലു ആശ്രയിച്ചിരിക്കുന്നത്. അവിടെ അതിനെ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ ആലു യാക്കൂബിലേക്ക് എത്തുന്നത്. ആ ആലു യാക്കൂബാണ് നമുക്ക് ഇർസ് തരുന്നത്, അനന്തരം തരുന്നത്. അതാണ് യരുസിനി വ യരിസുമിൻ ആലി യാക്കൂബ എന്ന് പറയുന്നത്. അല്ലാതെ യാക്കൂബിൻ്റെ സ്വത്ത് എനിക്ക് അനന്തരം തരണം എന്നല്ല സക്കരിയ പറയുന്നത്. യരുസിനി വ യരിസുമിൻ ആലി, സക്കിയായ റൂയത്തിലേക്ക് എത്തുന്ന ആൾ, അതാണ് സക്കരിയ. അത് പിന്നെ പറയാം. ഓരോ പ്രവാചകന്മാരുടെയും വിശദ വിവരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതാണ് സക്കരിയ. വളരെ സക്കിയായ റൂയത്തിലേക്ക് ഒരാൾ എത്തുമ്പോഴാണ് സക്കരിയ ആണത്. അത് ഞാൻ പറയാം. അപ്പോൾ സക്കരിയ ആവശ്യപ്പെടുന്നത് യാക്കൂബിൻ്റെ സ്വത്തൊക്കെ എനിക്ക് കിട്ടണം എന്നല്ല. അങ്ങനെ ആവശ്യപ്പെടുക ആ യാക്കൂബിന് അനന്തരം എടുത്ത ആ സ്വത്തൊക്കെ അതല്ല, ആ അറിവിൻ്റെ മേഖലകളെയാണ് നമുക്ക് അനന്തരമായി ആലു യാക്കൂബ് എത്തിച്ചു തരുന്നത്. മനസ്സിലാക്കിയാൽ മതി. അത് എവിടേക്കാണ് ആ ആലു യാക്കൂബ്? ആലിയത്തും താമലുലി താഖീബി, പിന്നെ പടിപടിയായി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നമ്മുടെ ഉള്ളിലെ ഉപകരണം നമ്മളെ എവിടേക്കാണ് എത്തിക്കുക? റീഹ യൂസുഫിൻ്റെ റീഹ് കണ്ടെത്തുന്നതിലേക്കാണ് നമ്മളെ എത്തിക്കുക. ആ യൂസുഫിൻ്റെ പരിമളം, ആ അറിവിൻ്റെ സുഗന്ധം, ആ അറിവിൻ്റെ പരിമളം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിലേക്കാണ് എത്തിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഇതിൽ നിന്നാണ് ഇനി നമ്മൾ അള്ളാഹു ഷദീദുൽ ഇഖാബാണ് എന്ന് പറഞ്ഞത് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഷദീദുൽ ഗാഫിറു ദംബി ഖാബിലി തൗബി ദിത്തൗലി ഷദീദുൽ ഇഖാബ് എന്ന് പറയുന്നത്, നമ്മളവിടെ പറയുന്നത് കഠിനമായി. ഉഖൂബത്ത് എന്നൊരു വാക്കന്നെ ഖുർആനിൽ ഇല്ല എന്നാണ് എൻ്റെ 99.4% ഉറപ്പ്. ഉഖൂബത്ത് ശിക്ഷ എന്ന് പറയുന്ന ഉഖൂബത്ത് എന്നൊരു വാക്ക് ഇനി ഉണ്ടോ എന്ന് ഒരു 1% ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കാൻ. എൻ്റെ ഓർമ്മയിൽ ഉഖൂബത്തില്ല. ഇഖാബ് ഉണ്ട്. ഷദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞാൽ ഈ അഖിബയിൽ നിന്നാണ് ഇഖാബ് ഉണ്ടാകുന്നത്. കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്നല്ല അർത്ഥത്തിനല്ല. ഷദീദ് എന്ന് പറഞ്ഞാൽ തന്നെ കഠിനൻ എന്നല്ല. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. വലമ്മ ബലഗ 40 സനത്തൻ ഓ ബലഗ അശുദ്ധഹു എന്ന് പറഞ്ഞാൽ എന്താ? 40 വയസ്സാവുകയും 40 സനത്തിൽ ഒരാൾ എത്തുകയും ഓ ബലഗ അശുദ്ധഹു എന്ന് പറഞ്ഞാൽ അവന് കഠിനനായി തീരുകയും ചെയ്താൽ എന്നാണ്. അവന് ശത്രുയ ശക്തമായ കാഴ്ചപ്പാടിലേക്ക് എത്തുകയാണ്. അതാണ് ഇവിടെ ഷദീദുൽ ഇഖാബാണ്. നമ്മെ ഒരു പടിയിൽ നിന്ന്, വിജ്ഞാനത്തിൻ്റെ ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ശക്തമായി ഉയർത്തിക്കൊണ്ടുപോകുന്നവനാണ് അള്ളാഹു എന്നാണ്. അതാണ് ഗാഫിറു ദംബി ഖാബിലി തൗബി, നമ്മളെ തിരിച്ചുപോക്ക്. അതാണ് തൗബ എന്ന് പറഞ്ഞത്. വഖ്തുലു അൻഫുസകും തൗബു, അതാണ് സൂറത്ത് തൗബ. നമ്മിലെ ഞാൻ എന്ന ചിന്തയെ ഇല്ലാതാക്കി നമ്മെ ബരി ആക്കുന്ന ബാരിയിലേക്ക് തിരിച്ചു പോക്കാണ് തൗബ. ആ തിരിച്ചു പോകുന്നതിന് മഖബൂൽ ഖാബിൽ സ്വീകരിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പോസിറ്റീവായ ഗുണങ്ങൾ മാത്രമാണ് പറയുന്നത്. അതാണ് ഷദീദുൽ ഇഖാബ് എന്ന് പറയുന്നത്. അതാണ് കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്നല്ല അർത്ഥത്തില്ല. അതന്നെ നിസ്സാരമായ കാര്യങ്ങളുണ്ടാകുക. പിന്നെ തുണി ഒന്ന് അല്പം ഞെരിയാണിയുടെ താഴുക, മൂത്രമൊഴിക്കുമ്പോൾ ഒരു അവസാനത്തെ തുള്ളി ഒരു വറ്റാതായിട്ട് എണീറ്റ് പോയാൽ കാലാകാലം പിന്നെ അവന് കബറിന്ന് തുടങ്ങും ഇടി.
അങ്ങനത്തെ അതാണ് ഭയങ്കര ഇങ്ങോട്ട് റഹ്മാനും റഹീമാണെന്ന് അപ്പുറത്ത് പറയുകയും ചെയ്യും. അപ്പോൾ ഷദീദുൽ ഇഖാബ് എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല. ഷദീദ് എന്ന് പറഞ്ഞാൽ ഷദ്ദുറുയത്താണ്. നമ്മളെ ഇവിടെ ഷദീദുൽ ഇഖാബാണ്. നമ്മളെ ശക്തമായി ദൃഢമായി ശക്തമായി കൊണ്ട് നമ്മെ ഒരു അഖിബ ഒന്നിൽ നിന്ന് പിന്നെ അടുത്ത പടിയിലേക്ക് അവിടെ അതിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകുന്നവനാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതാണ് ഷദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അല്ലാതെ കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിനാൽ. അപ്പോൾ ഇന്ന് നമ്മൾ യാക്കൂബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥതലം മാത്രമാണ് മുമ്പ് ഷുഐബ് എന്നുള്ളത് വിശദീകരിച്ചതുപോലെ. ഇനി യാക്കൂബ് പ്രതിനിധാനം ചെയ്യുന്ന വിജ്ഞാനത്തിൻ്റെ 7 മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, അടുത്ത സ്റ്റേജിലാണ് അതൊക്കെ പറയുള്ളൂ. ഇപ്പോൾ ആദ്യ പടി ഈ വാക്കുകളുടെ അർത്ഥങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സലാം.